ഇന്നത്തെ വീഡിയോയിൽ വാരി എനർജിയുടെ വിലയിൽ പെട്ടെന്നുണ്ടായ പ്രൈസ് ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. 2025 യൂണിയൻ ബജറ്റ് പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്ക് നൽകിയ ഉത്തേജനം 2030ഓടെ 500 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി കൈവരിക്കാനുള്ള ലക്ഷ്യത്തോടൊപ്പം വാരി എനർജിയുടെ വിപണിയിലെ സാധ്യതകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. കമ്പനി 2025 ക്വാർട്ടർ 3ൽ ലാഭം 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും 50,000 കോടി രൂപയുടെ ഓർഡർ ബുക്ക് നിലനിർത്തുകയും ചെയ്തതോടെ നിക്ഷേപകരുടെ ശ്രദ്ധ വാരി എനർജിയിലേക്ക് കൂടുതൽ ആകർഷിക്കുകയാണ്. ഈ വീഡിയോയിൽ ഈ കമ്പനിയുടെ ഓഹരി വിലയിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തിന് പിന്നിലുള്ള പ്രധാന ഘടകങ്ങളും വിപണിയിൽ അതിന്റെ ഭാവി സാധ്യതകളും വിശദമായി പരിശോധിക്കാം. വിശദാംശത്തിലേക്ക് പോകാം. വാരി എനർജീസ് ലിമിറ്റഡ് 1990 ഡിസംബറിൽ സംയോജിപ്പിച്ച 12 ജിഗാവാട്ട് മൊത്തം സ്ഥാപിത ശേഷിയുള്ള സോളാർ PV മൊഡ്യൂളുകളുടെ ഒരു ഇന്ത്യൻ നിർമ്മാതാവാണ് വാരി എനർജീസ് ലിമിറ്റഡ്. വാരി എനർജീസിന് അന്താരാഷ്ട്ര സാന്നിധ്യമുള്ള ഇന്ത്യയിൽ 5 സോളാർ മൊഡ്യൂൾ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. സോളാർ പവർ പ്രൊഡക്റ്റ്, ജനറേഷൻ ഓഫ് പവർ, എഞ്ചിനീയറിംഗ്, EPC എന്നിവയാണ് കമ്പനിയുടെ വിഭാഗങ്ങൾ. ബിഫാസിൽ, BIPV, ഫ്ലെക്സിബിൾ, പോളിക്രിസ്റ്റലിൻ മൊഡ്യൂളുകൾ പോലെയുള്ള സോളാർ PV മൊഡ്യൂളുകൾക്കായി കമ്പനിക്ക് 12 ജിഗാവാട്ട് പ്രവർത്തനശേഷിയുണ്ട്. ഇത് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകളും ഓൺ ഗ്രിഡ് ഇൻവെർട്ടറുകളും വാഗ്ദാനം ചെയ്യുന്നു. സോളാർ പാനൽ, സോളാർ ഇൻവെർട്ടർ, ലിഥിയം അയൺ ബാറ്ററി, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, സോളാർ മൊബൈൽ ചാർജർ, സോളാർ ബാഗ് തുടങ്ങി വിവിധ സോളാർ സൊല്യൂഷനുകൾ ഇത് നൽകുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 64.3%, FII 1.4%, പബ്ലിക് 31.58%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 1148.35, എർണിംഗ് പെർ ഷെയർ 44.6, ROE 27.98. വാരി എനർജീസ് വേഴ്സ് നിഫ്റ്റി 50. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനുകളിൽ വാരി എനർജീസിന്റെ ഓഹരി വില 12% ഉയർന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇത് 16.5% കുറഞ്ഞു. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് 2% ഉയർന്നു. താരതമ്യം ചെയ്യാൻ, ബെഞ്ച്മാർക്ക് സൂചികയായ നിഫ്റ്റി 50 കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനുകളിൽ 2% ഉയർന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ശതമാനം കുറഞ്ഞു. കമ്പനി 2024 ഒക്ടോബർ 28 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തു. NSEയിൽ 66%-ത്തിലധികം പ്രീമിയത്തിൽ 2,500 രൂപയിൽ ഇഷ്യൂ വിലയായ 1,503 രൂപയിൽ ഓഹരികൾ അരങ്ങേറ്റം കുറിച്ചു. പ്രാഥമിക വിപണികളിൽ നിന്ന് 4,321.44 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. സോളാർ ബിസിനസ് ശക്തമായി തുടരുകയാണ്. ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ, ഗ്രീൻ ഹൈഡ്രജൻ, ഇൻവെർട്ടറുകൾ, പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ അതിവേഗം മുന്നേറുകയാണ്. സ്റ്റോക്ക് പ്രകടനം. വാരി എനർജീസ് ലിമിറ്റഡിന്റെ ഓഹരി വില 2025 ജനുവരി 31 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 14% ഉയർന്ന് 2,505 ആയി. കമ്പനിയുടെ 2024-25 സാമ്പത്തിക വർഷത്തിലെ മികച്ച ക്വാർട്ടർ 3 ഫലങ്ങളാണ് ഈ ഉയർച്ചയ്ക്ക് കാരണം. ക്വാർട്ടർ 3 ഫലങ്ങൾ. 2024-25 സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ 3ൽ വാരി എനർജീസ് 492 കോടി അറ്റാദായം രേഖപ്പെടുത്തി. ഇത് മുൻ വർഷത്തെ ഇതേ പാദത്തിലെ 124.5 കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 296% വർധനവാണ്. മൊത്തവരുമാനം 115% വർദ്ധിച്ച് 3,457.28 കോടിയായി. ക്വാർട്ടർ 3ൽ ലാഭം 4 ഇരട്ടിയായി. ഓർഡർ ബുക്ക്. 2025 ജനുവരി 30 വരെ വാരി എനർജീസിന്റെ ഓർഡർ ബുക്ക് 26.5 ജിഗാവാട്ട് ആയിരുന്നു. ഏകദേശം 50,000 കോടി മൂല്യമുള്ളത്. ഈ ഓർഡറുകളിൽ 45% ഇന്ത്യയിൽ നിന്നുള്ളവയാണ്, ബാക്കി അന്താരാഷ്ട്ര വിപണികളിൽ നിന്നുമാണ്. ഓഹരി വില ഇടിവിന്റെ കാരണങ്ങൾ. 2025 ജനുവരി 31 ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ദിലീപ് പഞ്ച്വാനിയുടെ രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ വാരി റിന്യൂവബിൾ ടെക്നോളജീസിന്റെ ഓഹരി വിലയിൽ 20% ഇടിവ് സംഭവിച്ചു. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ മേഖലയിൽ ബജറ്റ് 2025 പ്രതീക്ഷകൾ. 2025 യൂണിയൻ ബജറ്റ് പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്ക് നൽകിയ ഉത്തേജനം 2030ഓടെ 500 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി കൈവരിക്കാനുള്ള ലക്ഷ്യത്തോടൊപ്പം വാരി എനർജിയുടെ വിപണിയിലെ സാധ്യതകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു.
ഈ സാഹചര്യത്തിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് നിക്ഷേപകരിൽ നിന്ന് കൂടുതൽ ശ്രദ്ധ ലഭിക്കാനും ഓഹരി വിലയിൽ ഉയർച്ചയുണ്ടാകാനും സാധ്യതയുണ്ട്. അനുകൂലമായ സർക്കാർ നയങ്ങൾ. പുനരുപയോഗ ഊർജ്ജ വികസനത്തെ പിന്തുണയ്ക്കുന്ന അനുകൂല സർക്കാർ നയങ്ങൾ വാരി എനർജീസ് പോലുള്ള കമ്പനികൾക്ക് കാര്യമായ നേട്ടമുണ്ടാക്കും. ഇത് ഉയർന്ന സ്റ്റോക്ക് വിലയിലേക്ക് നയിക്കുന്നു. സോളാർ മൊഡ്യൂൾ നിർമ്മാണ സൗകര്യങ്ങൾ സ്ഥാപിച്ച് US പോലെയുള്ള പുതിയ വിപണികളിൽ പ്രവേശിക്കുന്നത് സ്റ്റോക്ക് വിലയെ ഗുണപരമായി ബാധിക്കുന്ന ഗണ്യമായ വളർച്ച അവസരമായി കാണാവുന്നതാണ്. വാരി എനർജീസിന്റെ സ്റ്റോക്ക് വിലയിൽ ഇടിവുണ്ടാക്കുന്ന ഘടകങ്ങൾ ഇവയാണ്. വിപണിയിലെ ചാഞ്ചാട്ടം. വിശാലമായ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റക്കുറച്ചിലുകൾ, പ്രത്യേകിച്ച് പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ, വാരി എനർജീസിന്റെ ഓഹരി വിലയെ ബാധിക്കും. ആഗോള വ്യാപാര നയങ്ങൾ. സോളാർ ഇറക്കുമതിയുടെ താരിഫ് പോലെയുള്ള അന്താരാഷ്ട്ര വ്യാപാര നയങ്ങളിലെ മാറ്റങ്ങൾ കമ്പനിയുടെ കയറ്റുമതി ശേഷിയെ ബാധിക്കുകയും ഓഹരി വിലയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. മത്സരം. മറ്റ് സോളാർ മൊഡ്യൂൾ നിർമ്മാതാക്കളിൽ നിന്നുള്ള കടുത്ത മത്സരം മാർജിനുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും ഓഹരി വിലയെ ബാധിക്കുകയും ചെയ്യും. കമ്പനിയുടെ വിപുലീകരണ പദ്ധതികൾ, ഗവൺമെന്റിന്റെ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്ക് ലഭിക്കുന്ന പിന്തുണ, സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ വാരി എനർജീസിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും സോളാർ ഇറക്കുമതിക്ക് സാധ്യതയുള്ള താരിഫ്, ചരക്ക് വിലയിലെ മാറ്റങ്ങൾ തുടങ്ങിയ ആഗോള സാമ്പത്തിക ഘടകങ്ങൾ ഈ മേഖലയിൽ സൂക്ഷ്മപരിശോധന ആവശ്യമാണ്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ സർക്കാർ സമീപങ്ങൾ വാരി എനർജീസ് പോലെയുള്ള കമ്പനികൾക്ക് അനുകൂലമായ പശ്ചാത്തലം നൽകുന്നു. സമഗ്രമായി, വാരി എനർജീസ് ലിമിറ്റഡ് സോളാർ എനർജി മേഖലയിലെ വളർച്ചാ സാധ്യതകൾ ഉപയോഗിച്ച് വിപണിയിൽ ശക്തമായ നിലപാട് കൈവരിക്കാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നോക്കാം. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺക്ലൂഷൻ. വാരി എനർജീസ് ലിമിറ്റഡ് സോളാർ എനർജി മേഖലയിലെ വളർച്ചാ സാധ്യതകൾ ഉപയോഗിച്ച് വിപണിയിൽ ശക്തമായ നിലപാട് കൈവരിക്കാൻ സാധ്യതയുണ്ട്. കമ്പനിയുടെ വിപുലീകരണ പദ്ധതികൾ, ഗവൺമെന്റിന്റെ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്ക് ലഭിക്കുന്ന പിന്തുണ, സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ വാരി എനർജീസിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും സോളാർ ഇറക്കുമതിക്ക് സാധ്യതയുള്ള താരിഫ്, ചരക്ക് വിലയിലെ മാറ്റങ്ങൾ തുടങ്ങിയ ആഗോള സാമ്പത്തിക ഘടകങ്ങൾ ഈ മേഖലയിൽ സൂക്ഷ്മപരിശോധന ആവശ്യമാണ്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ സർക്കാർ സമീപങ്ങൾ വാരി എനർജീസ് പോലെയുള്ള കമ്പനികൾക്ക് അനുകൂലമായ പശ്ചാത്തലം നൽകുന്നു. തീർച്ചയായും ലോങ് ടേമിലേക്ക് നല്ല ഒരു ബൈയിങ് ഓപ്ഷൻ ആണ് വാരി എനർജി. Thank you.